ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയതിനു പിന്നാലെ മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. ഇന്നലെ പെയ്ത മഴയിൽ കോട്ടയത്തെ പാമ്പാടി, നെടുങ്കുന്നം മേഖലകളിൽ വെള്ളം കയറി. കോവളത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ബുധനാഴ്ച വരെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. മഴ ശക്തമായതോടെ ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന പാത അടച്ചു. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ കെ വിയുണ്ട് കോഴിക്കോട്, സ്നേഹമോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് ഷിനോജും സന്നിധാനത്ത് നിന്ന് വിഷ്ണുപ്രകാശുമുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് ഷിനോജിലേക്കാണ്. കോട്ടയത്താണ് ഷിനോജ് ഉള്ളത്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ഇന്ന് അവധി ഉണ്ട്. അവിടെ പല മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. മഴ രൂക്ഷമായി ഇപ്പോഴും തുടരുന്നുണ്ടോ? ഈ വെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? മോത്തി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടവിട്ട് അത് ശക്തമായ രീതിയിലുള്ള മഴയാണ് കോട്ടയത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പുലർച്ചെയും ശക്തമായ രീതിയിലുള്ള മഴ കോട്ടയത്ത് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചതെങ്കിൽ തുടർന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല. പ്രധാനമായും ഈ പ്രധാനപ്പെട്ട ഇരറ്റപ്പെട്ട വാഗമൺ റോഡ്, അത് ഈ മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന റോഡാണ്. അവിടെ രാത്രികാല യാത്രയ്ക്ക് കളക്ടർ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇരവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമൽ അരുവി തുടങ്ങിയ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിനും വിലക്കുണ്ട്. എന്തായാലും ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം പഞ്ചായത്തിലെ തോട്ടയ്ക്കാട് ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ചെറിയൊരു തോടിന് സമീപമുള്ള പ്രദേശം കൂടിയാണ്. ഈ കൊച്ചുതോടെന്നാണ് പറയുന്നത്. ആ തോട് ഇപ്പോൾ കരകവിഞ്ഞൊഴുകി അതിന് സമീപമുള്ള വീടുകളിലും അതുപോലെ തന്നെ തോട്ടങ്ങളിലൊക്കെ ഒഴുകുകയാണ്. രണ്ട് വീടുകൾ, അതായത് ഈ സമീപമുണ്ടായിരുന്ന രണ്ട് വീടുകളിൽ നിന്നൊക്കെ കുടുംബത്തെ പൂർണ്ണമായും മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. സമീപത്ത് തന്നെ നെടുങ്കുന്നം എന്ന പ്രദേശമൊക്കെ ഉണ്ട്. അവിടെ നിന്നും സമാനമായ രീതിയിലുള്ള ഇത്തരത്തിൽ ആളുകളൊക്കെ, ഏകദേശം 10ഓളം ആളുകളെയൊക്കെ തന്നെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി കോട്ടയത്ത് പെയ്യുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അത് ശക്തമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. പ്രത്യേകിച്ച് എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന തരത്തിൽ ഒരു അന്തരീക്ഷം ആ രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രിയോട് കൂടി മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? മോത്ത് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പ്രത്യേകിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് മീനച്ചിലാറും മണിമലയാറിലുമാണ്. ഈ ആറ്റിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു അപകടകരമായ രീതിയിലേക്കും തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തുറന്നിട്ടില്ല. അതേസമയം കൺട്രോൾ റൂമുകളൊക്കെ തന്നെ കാര്യക്ഷമമായി തന്നെ ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഴക്കെടുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളി കൊട്ടാരത്തിൽ കടവൽ റോഡിൽ വെള്ളം കയറി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ തന്നെ ഈ കിഴക്കൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മഴ ശക്തമാകുന്നത് കിഴക്കൻ ഭാഗങ്ങളിലാണ്, മീനച്ചിൽ താലൂക്കിലെ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ തുടരുന്നുണ്ട്. കൂവപ്പള്ളിയിലും സാമാന്യ ഭേദപ്പെട്ട രീതിയിലുള്ള മഴ തുടരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ നഗരകേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയം താലൂക്ക് ഉൾപ്പെടുന്ന നഗരകേന്ദ്ര ഭാഗങ്ങളിൽ രാത്രി ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ആ മഴ കാരണം ഇടവിട്ട് ഈ നഗരങ്ങളിൽ തന്നെ വെള്ളം ഉയരുന്നതിനും കാരണമായിട്ടുണ്ട്. പല കച്ചവട കേന്ദ്ര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. MC റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥിതിയാണ് മോത്തി നിലവിലുള്ളത്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ ഭേദമാണെന്ന് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ സാധാരണ ഒരു ചെറിയ മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കയറുന്ന ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്.